അതോ കേരളം എന്നത് മാറ്റി ഇനിയിപ്പോ ഇസ്ലാമാബാദ് എന്ന് വല്ലതും ആക്കണോ? അതൊക്കെയല്ലേ നമ്മൾ ശരിക്ക് പറഞ്ഞാൽ പറയേണ്ടത്. ശരി, എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെ താത്ത എയർപോർട്ടിൽ വന്ന് ഇരിക്കുവാണ്. താത്താക്ക് എന്തൊക്കെ ഒരുതരം വെപ്രാളവും വേഗിളിയും ഒക്കെ. അപ്പൊ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒന്ന് അടുത്ത് വന്നു, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു നോക്കി. അപ്പൊ എന്തോ ഒരു പ്രയാസം പോലെ. ശരി, ഇവരെ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഒന്നും കാണാൻ പറ്റിയില്ല. സ്കാനൊക്കെ ചെയ്തു, എക്സ്റേ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ. സൂക്ഷ്മ പരിശോധന നടത്താൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ, അവരിട്ടിരിക്കുന്ന വസ്ത്രം സ്വർണത്തിന്റെ ലിക്വിഡാണ്. സ്വർണത്തിന്റെ ദ്രാവകം അതിനകത്തുണ്ട്. അതിനിപ്പോൾ അരിച്ചെടുക്കണം. എത്രയാ, 1,50,00,000 രൂപയുടെ കണ്ട ഇതായിരുന്നു ഇട്ടിരുന്നത്. കണ്ടുപിടിച്ച്. അതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെയും സന്തോഷം എന്താണ് അത് അവനവന് തന്നെ അറിയാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർക്ക് കൂടി സന്തോഷം കൊടുക്കേണ്ടതാണ് എന്ന്. ഇപ്പൊ നോക്ക്, പാകിസ്ഥാൻ ഇന്ത്യയെ ഇങ്ങോട്ട് ആക്രമിച്ചു. അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ട്. 1000 മദ്രസകളാണ് ഒഴിവായത്. 1000 മദ്രസകൾ പാകിസ്ഥാൻ പൂട്ടിട്ടിരിക്കുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് 2 മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കരുതിക്കോ, ഇന്ത്യ നമുക്ക് പണി തരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. സമാധാനം ഉണ്ടോ? ഇന്ത്യയോട് യുദ്ധത്തിനുണ്ടോ എന്ന് വെല്ലുവിളിച്ച അസീം മുനീറിനെ കാണാനില്ല. സൈനികനാണ്, സൈന്യാധിപനാ, പള്ളികളും പൂട്ടി. ഇപ്പൊ അവർക്ക് ജുമാ നമസ്കരിക്കണ്ട, ഫർളുകൾ നമസ്കരിക്കണ്ട, ബാങ്ക് വിളിക്കണ്ട, മദ്രസകൾ തുറക്കണ്ട, ഒന്നുമില്ല. ഇപ്പൊ അവർക്ക് അതിനൊന്നും ഒരു സമരവും ചെയ്യണ്ട. നമസ്കരിക്കാൻ വന്ന് 1ാമത്തെ സൊഫിൽ നിന്നിട്ട് വരിയിൽ നിന്നിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ട. അപ്പോ ഇവരുടെ രീതികൾ എന്താണ്? നിങ്ങൾ ഹഫീസ് സയ്യിദിന്റെ അവസ്ഥ കണ്ടോ? ടണലിനകത്ത് ഒളിച്ചിരിക്കുവാണ്. ചുറ്റിനും ഒരുപാട് സൈനികരൊക്കെ ഉണ്ട്. എന്നാലും എപ്പോഴാണ് എൻ്റെ തല പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സമാധാനമുണ്ടോ? എന്താ വിതച്ചത്? ഭീകരത. എന്താ കൊയ്തുകൊണ്ടിരിക്കുന്നത്? ഭയം. ഈ ഭയം എന്ന് പറയുന്ന വികാരമുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത്ര ലളിതമല്ല. കാരണം ചിതറിത്തെറിക്കാൻ പോവുകയാണ്. അവസാന നിമിഷമാണ് ആ കാണുന്നത്. ശിക്ഷ എന്ന് പറഞ്ഞാലേ ഒരുപാട് രീതികളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയില്ലേ, അത് 100 വട്ടം നമ്മളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണ്. 100 വട്ടം ശിക്ഷിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എൻ്റെ സഹോദരൻ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിരുന്നു. എൻ്റെ സഹോദരൻ ഇങ്ങനെ ICUയിൽ കിടക്കുക. എനിക്കത് ഓർക്കാൻ പോലും വയ്യ കേട്ടോ, ഭയങ്കര വിഷമമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ സഹോദരൻ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കും മക്കൾക്കൊന്നും അവനെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം തലച്ചോറൊക്കെ ചതഞ്ഞു പോയി. അങ്ങനെ ഫിക്സ് വന്ന് എൻ്റെ ഒരു മാമാടെ മോനാണ് എൻ്റെ സഹോദരനെ ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്നത്. ഇന്ന് ഞാൻ പ്രസവിച്ച എൻ്റെ മോന് ഒരു 20-25 ദിവസമേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. ആ സമയത്താണ് ഇങ്ങനെ വരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ വന്നു. എൻ്റെ സഹോദരനാണ്, എൻ്റെ ജീവനാണ്. ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ജീവൻ കൊടുത്തും ഞാൻ അവനെ സംരക്ഷിക്കും. എന്നായിരുന്നാലും ഒരുപാട് കഷ്ടപ്പെട്ടു. 54 ദിവസം ICUവിലിരുന്നു. ബോധം വീണപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട്, വേണ്ടപ്പെട്ടവരെയൊക്കെ വിവരം അറിയിച്ചോ. എൻ്റെ സഹോദരൻ അന്ന് 43 വയസ്സേ ഉള്ളൂ കേട്ടോ. നല്ല ആരോഗ്യവാനായിട്ടുള്ള ജിം ബോഡിയാണ്. ഒരു 6 അടി ഹൈറ്റൊക്കെയുള്ള 70 കിലോ ഒക്കെയുള്ള വെയിറ്റൊക്കെയുള്ള ആളാണ്. അപ്പോൾ എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. ഞാനങ്ങനെ സ്തംഭിച്ച് നിന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒന്ന് MRI ഒരിക്കൽ കൂടി ഒന്ന് ചെയ്യണം. പപ്പടം പൊള്ളുന്നത് പോലെ എൻ്റെ ബ്രെയിൻ ഇങ്ങനെ പൊള്ളിക്കൊണ്ട് നിൽക്കുകയാണ്. ഓരോ നിമിഷവും അവൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ കണ്ണ് പാതി ഇങ്ങനെ തുറന്നു. ഞാനിങ്ങനെ എൻ്റെ സഹോദരൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു. ICUവിലാണ്. അപ്പോൾ അവർ തരുന്ന വസ്ത്രമൊക്കെ ഇട്ടിട്ടാണല്ലോ കയറുക. അപ്പോൾ അവൻ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്സിജൻ മാസ്ക് ഒന്ന് മാറ്റിയിട്ട്
ജാമി എന്ന് പറഞ്ഞു. ഉമ്മയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല, ഭാര്യയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല, സ്വന്തം മക്കളെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അവന് എന്നെ കണ്ടപ്പോൾ മാത്രം എൻ്റെ സ്പർശനം കൊണ്ട് തന്നെ അവൻ എടുത്ത് കൊണ്ട് നടന്ന് വളർത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ടായിരിക്കും ഞാൻ അനുഭവിച്ച ഒരു വേദന ഉണ്ടല്ലോ, 100 തവണ മരിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ മരണത്തോട് മല്ലിടുമ്പോഴുള്ള ഒരു വേദന. അതാ ഞാൻ പറഞ്ഞത്, ഭയം, ഭയങ്കരമാണ് ഭയം. അപ്പോൾ ഈ പാകിസ്ഥാൻ ഭീകരര്, ഹമാസ് ഭീകരരൊക്കെ ടണലുകളിൽ ഇരുന്ന് സുഖിക്കുവാണെന്നാണോ നമ്മുടെ വിചാരം? യഹ്യാ സിൻവാറിന്റെ ഭാര്യ ടണലിനകത്ത് 27 ലക്ഷത്തിന്റെ ബാഗും തൂക്കി മരണം ആഘോഷിക്കുക. ഏത് സമയത്ത് വേണമെങ്കിലും ചത്തു തൊലയാം. ഇസ്രായേലിന്റെ ബോംബ് വന്ന് വീണ് തലപൊടിയും, അതും അവർക്കറിയാം. ഇപ്പോ ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ലഷ്കർ ഇ തൊയ്ബയുടെ തലവനായ ഹഫീസ് സെയ്ദ്, അയാളുടെ സുരക്ഷ പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എത്ര വലിയ സുരക്ഷയുണ്ടെങ്കിലും ശരി, ഇന്ത്യയുടെ റോയ്ക്ക് ആ സുരക്ഷയെ ഭേദിക്കാൻ സാധിക്കും. നമുക്ക് വിശ്വാസമുണ്ട്. അവരിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. പഹൽഗാമില് 29 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് എന്ന് കരുതപ്പെടുന്ന ഭീകരൻ സന്തോഷമായിട്ടിരിക്കുവാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ല. ഏത് സമയവും തന്നിലേക്ക് വരാവുന്ന ഒരു സ്ഫോടനം, ഒരു ബോംബ്, ഒരു ഗണ്ണ്, ഒരു കത്തി, അതൊക്കെ പ്രതീക്ഷിച്ച് ഭയന്ന് 1000 ആവർത്തി ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുവാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇതാ. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണം. അതിനുശേഷം പാകിസ്ഥാനിലെ ആരെങ്കിലും മനസമാധാനത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടാവുമോ? ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഇല്ല. ഷഹബാസ് ഷെരീഫ് അപ്പം തന്നെ അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലായി. നവാസ് ഷെരീഫ് ചോദിച്ചു, എന്തിനെ പണിക്ക് നിന്നെന്ന്. ഇമ്രാൻഖാൻ ചോദിച്ചു, ഇതൊക്കെ ഇവർക്കൊരു തരം ശിക്ഷയാണ്. അപ്പോൾ ഈ ലഷ്കർ ഇ തൊയ്ബയുടെ തലവൻ സമാധാനമില്ലാതെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനി ചാവാൻ തന്നെയല്ലോ ഉള്ളത്, ഇന്ത്യ നമ്മുടെ തലയ്ക്ക് വില പറഞ്ഞു കഴിഞ്ഞു. പേടിച്ച് മുന്നോട്ട് പോവുക. ഇപ്പൊ ലാഹോറിലെ ജനസാന്ദ്രതയുള്ള മൊഹല്ല ജോഹർ എന്ന് പറയുന്ന ടൗണിലുള്ള ഹഫീസ് സെയ്ദിന്റെ വീടിന് 4 ഇരട്ടി സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇറാനില് വലിയ ടണൽ സൗകര്യങ്ങൾ ഒരുക്കി, ഒരുപാട് ബ്ലാക്ക് കാറ്റ്സുകളെയും ഇന്റലിജൻസ് സംവിധാനത്തെയും ക്യാമറ സിസ്റ്റത്തെയും ഡിജിറ്റൽ സിസ്റ്റം ഒക്കെ ഉപയോഗപ്പെടുത്തി ഇസ്മായിൽ ഹനിയയെ കൊണ്ട് താമസിപ്പിച്ചതേ ഓർമ്മയുള്ളൂ. ഇറാന് 10 പീസായിട്ടാണ് പുറത്തിറക്കുന്നത്. മൊസാദ് അതെ. ഇപ്പോ ഹർദീപ് സിംഗ് നിജാർ ഇന്ത്യയെ ചൊറിഞ്ഞതാ കാനഡയില്. വൻ സുരക്ഷാ സന്നാഹത്തിന്റെ അകത്ത് കയറി തലയ്ക്കോട്ടയിട്ടു ഇന്ത്യ. ലാഹോറിലെ ഹഫീസ് സെയ്ദിന്റെ താമസ സ്ഥലം നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡ്രോൺ സംവിധാനം വരെ സൈന്യം വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ സൈന്യം, ISI, ലഷ്കർ ഇ തൊയ്ബ ഈ സംഘടനകളുടെ ഒക്കെ സംയുക്ത സുരക്ഷാ വലയത്തിലാണ് ഹഫീസ് സെയ്ദ്. അവര് നിൽക്കുന്നതും ഏത് സമയത്തും തങ്ങളെ സമീപിക്കാവുന്ന ഒരു ഭീകരാക്രമണത്തെ സ്വപ്നം കണ്ട് തന്നെയാണ്. ഭീകരർ താമസിക്കുന്നതിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള റോഡുകളിൽ ഉയർന്ന റെസല്യൂഷനുകളിലുള്ള CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്ത് സ്ഥാപിച്ചാലെന്താ, ആ കണ്ണുകളെയൊക്കെ ഭേദിക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട്. കെട്ടിടത്തിന് സമീപം പൊതുജനത്തിന് സഞ്ചരിക്കാൻ അനുവാദമില്ല. പ്രദേശത്ത് ഡ്രോണുകളുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്. 2021 ഈ ഹഫീസ് സെയ്ദിന്റെ വീടിനടുത്ത് ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നിരുന്നു. അതോടുകൂടിയാണ് ഈ സുരക്ഷ വർദ്ധിപ്പിച്ചത്. സ്ഫോടനത്തിൽ അന്ന് 3 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഈ ഹഫീസ് സെയ്ദിന്റെ അടുത്ത സഹായിയായ അബൂഖത്തലിന്റെ കൊലപാതകത്തെ തുടർന്ന് ഭീകരന്റെ സുരക്ഷ സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. ചോദിക്കട്ടെ, എത്ര വലിയ സന്നാഹങ്ങളും സൈന്യങ്ങളും ഉണ്ടെങ്കിലും ശരി, ഇയാളെ കൊല്ലത്തില്ലേ? ഇയാള് ചാവാനുള്ള സമയം ഏതാണ് എന്ന് ഇന്ത്യ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഇന്ത്യയുടെ തിരിച്ചടി. പ്രതീക്ഷിക്കുന്ന സമയത്ത് അടിക്കുന്നതിലല്ല ഇന്ത്യയുടെ കഴിവും മികവും, മറിച്ച് ഇന്ത്യ തിരിച്ചടിക്കും. അതിനു മുമ്പ് മാനസികമായി തകർക്കുക. വൻ വൃക്ഷങ്ങൾ വെട്ടുന്നതിന് മുമ്പ് ശിഖരങ്ങൾ വെട്ടി ഒതുക്കുന്ന ഒരു രീതി ഇന്ത്യക്കുണ്ട്.
ഏതു വലിയ ടണലുകളിലാണെങ്കിലും മാളത്തിനകത്താണെങ്കിലും തുരങ്കത്തിനകത്താണെങ്കിലും ശരി, ഇന്ത്യയുടെ റോ സംവിധാനം NIA എത്തിയിരിക്കും. കാരണം മൊസാദും റോയും തമ്മിലാണ് ഇപ്പോൾ ചങ്കായി നിൽക്കുന്നത്. അതുകൊണ്ട് മൊസാദ് എല്ലാ രൂപത്തിലുള്ള ഇത്തരം സീക്രട്ടിസങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് റോയെ അവര് പരിശീലിപ്പിക്കുവാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റാണോ നബിയിലെ ഒരു